കേട്ടോ. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ഷോ ദാറ്റ് in a closed pipe the frequency of the first three harmonics are in the ratio of 1:3:5. while answer ആദ്യം നമ്മൾ പൈപ്പ് വരയ്ക്കുക. ഇതാണ് നമ്മളെ പൈപ്പ്. അതിൻ്റെ ഇങ്ങനെയാണ് ഇതിനുള്ളിൽ സൗണ്ട് വേവ് ഉണ്ടാവുക. ഇതിനോട് ഇവിടെ ആൻറ്റിനോട് ഉണ്ടാവും. ലെങ്ത് ഇത് ഫസ്റ്റ് മോഡ്. സെക്കൻഡ് മോഡ് പറഞ്ഞാൽ രണ്ട് നോഡും രണ്ട് ആൻറ്റിനോടും ഉണ്ടാവും. ലെങ്ത് സെയിം അല്ല. തേർഡ് മോഡ് പറഞ്ഞാൽ 3 നോഡും ആൻറ്റിനോടുണ്ടാവും. നമുക്കൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. L is equal to 2n+1 lambda by 4. ഇതാണ് നമ്മൾ ജനറൽ ഇക്വേഷൻ. ഇക്വേഷൻ നമ്മൾ മസ്റ്റായിട്ട് പഠിക്കണം. ഇതിൽ n എന്ന് പറഞ്ഞാൽ 0, 1, 2 ഇങ്ങനെ പോകും. ഈ 0 പറഞ്ഞാൽ മറ്റേ ഫസ്റ്റ് മോഡിൻ്റെ, സെക്കൻഡ് മോഡിന്, തേർഡ് മോഡിന് നമ്മൾ എടുക്കുന്നതാണ് ഈ n. പിന്നെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു v/λ. ഈ രണ്ട് ഇക്വേഷൻ്റെ മക്കൾ പഠിക്കണം. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് പോകാം. നമുക്ക് ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഫസ്റ്റ് മോഡ് എടുക്കട്ടെ നമ്മൾ. അപ്പോൾ n = 0. അപ്പോൾ നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ L = 2 × 0 + 1 λ/4. അപ്പോൾ എത്ര കിട്ടും? 2 × 0 0 1 എന്തായി 1 λ/4 = λ/4 = L. ഇതിൽ നമ്മൾ ലാംഡ കണ്ടുപിടിക്കുക. ലാംഡ = 4n. ഓക്കെ. ഇത് നമ്മളിതാ ഇക്വേഷൻ നമ്പർ 1ന് നമ്മൾ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എഴുതുക. ന്യൂ ഈക്വൽ ടു v/λ. ഈ ലാംഡനെ എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. അപ്പോൾ എന്തായി? ന്യൂ ഈക്വൽ ടു v/4n. ഇതാണ് ഫസ്റ്റ് മോഡിൻ്റെ റേഷ്യോ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഫണ്ടമെൻ്റൽ ഇക്വേഷൻ. നമ്മളിവിടെ അതേപോലെ സെക്കൻഡ് മോഡ്. ഇതിപ്പോൾ ഫസ്റ്റ് മോഡിൻ്റെ കിട്ടിയിട്ടോ. ഫസ്റ്റ് മോഡ് നമ്മൾ സെക്കൻഡ് മോഡ് എടുക്കുക. സെക്കൻഡ് മോഡിൽ n എന്താ? n = 1. അപ്പം L = 2 × 1 + 1 λ/4 = 3 λ/4. അങ്ങനെയാണെങ്കിൽ ലാംഡ = അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ 4l/3 ലാംഡ എന്നായി. നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ന്യൂവിലേക്ക് ഇട്ടെടുക്കുക. ന്യൂ = v/λ v/4l/3 = 3 × v/4l. ഈ v/4l എന്താ? v1 ആണ്. ഇതല്ലേ ന്യൂ 1. ഇത് ന്യൂ 1 കേട്ടോ. ന്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 ന്യൂ 1 എഴുതുക. ഓക്കെ. ഇനി നമ്മൾ തേർഡ് മോഡ് എടുക്കുക. തേർഡ് മോഡിൽ n = 2. അപ്പോൾ L = 2 × 2 + 1 λ/4. അപ്പോൾ ഇത് = 5 λ/4. ഇതിന്
ലാംഡ കണ്ടുപിടിക്കുക. ലാംഡ ഈക്വൽ ടു 4l/5. ഇത് നമ്മളിതാ ഈക്വേഷൻ എടുത്തിട്ട് ന്യൂ ഈക്വൽ ടു v/ലാംഡ, ഈ ലാംഡൻ്റെ വാല്യൂ ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ ഈക്വൽ ടു v/4l/5 ഈക്വൽ ടു 5v/4l ഈക്വൽ ടു 5 ν1. ഇത് തന്നെയാണ് നമുക്ക് ഈ ഫസ്റ്റ് പടി കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഇതിന് നമ്മൾ v1 എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്തായി? 1:3:5.